കോഴിക്കോട് നഗരത്തിൽ പോലീസ് നോക്കി നിൽക്കെ യുവാവിന്റെ പരാക്രമം. പാളയം ജംഗ്ഷനിലാണ് ബ്ലേഡുമായി എത്തിയ യുവാവ് മറ്റൊരാളെ ആക്രമിച്ചത്. ദൃശ്യങ്ങൾ പകർത്താൻ ശ്രമിച്ച മീഡിയ വൺ ക്യാമറമാനെ നേരെയും യുവാവ് പാഞ്ഞെടുത്തു. പട്ടാപ്പകൽ പോലീസ് നോക്കി നിൽക്കെയാണ് കോഴിക്കോട് നഗരമധ്യത്തിൽ യുവാവിന്റെ പരാക്രമം. മറ്റൊരാളെ ബ്ലേഡ് ഉപയോഗിച്ച് ഇയാൾ ആക്രമിക്കുകയായിരുന്നു. ഈ സമയം 2 ട്രാഫിക് പോലീസ് ഉദ്യോഗസ്ഥർ മറ്റു നടപടികളൊന്നും സ്വീകരിക്കാതെ രംഗം കണ്ടു നിൽക്കുകയായിരുന്നു. ദൃശ്യങ്ങൾ പകർത്താൻ ശ്രമിച്ച മീഡിയ വൺ ക്യാമറാമാൻ ജേസൽ ബാബു പിലാശ്ശേരിക്ക് നേരെയും യുവാവ് ആക്രോശവുമായി എത്തി. ഈ സമയവും പോലീസ് നോക്കി നിൽക്കുകയായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് പോലീസിന് മുന്നിലൂടെ ആക്രമി നടന്നകന്നു. സമീപത്ത് നിർത്തിയിട്ട ഒരു ബൈക്കും ആക്രമി തകർത്തു. ഇത്തരം സംഭവങ്ങൾ ഇവിടെ പതിവാണെന്ന് നാട്ടുകാർ പറയുന്നു. ബാങ്കിൽ നിന്ന് ലേഡീസ് സ്റ്റാഫ് രാത്രി 8 മണിക്ക് 9 മണിക്ക് പോകുമ്പോൾ ഇവിടെ ഫുള്ള് കത്തിക്കുത്തും പരിപാടികളാണ് നടക്കുന്നത്. ബസ് സ്റ്റാൻഡിന്റെ ഉൾവശത്താണ് കംപ്ലൈന്റ് ഇവർ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. മയക്കുമരുന്ന് വിൽപ്പനയും അതുപോലെ തന്നെ ഉപയോഗമൊക്കെ തന്നെ നമ്മുടെ ബസ് സ്റ്റാൻഡിന്റെ ഉള്ളിലാണ്. സ്ത്രീകൾക്ക് പോലും നടന്നു പോകാൻ പറ്റാത്ത, സ്ത്രീകൾ പോയിട്ട് പുരുഷന്മാർക്ക് പോലും നടന്നു പോകാൻ പറ്റാത്ത സാഹചര്യമാണ് ബസ് സ്റ്റാൻഡിന്റെ ഉള്ളിൽ. സ്ഥലത്ത് എപ്പോഴും പോലീസ് ഉണ്ടെങ്കിലും ഇത്തരം ആക്രമണങ്ങൾ തടയാൻ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. മീഡിയ വൺ, കോഴിക്കോട്.